നരിമൻ പോയിൻ്റാണ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് कर सकते हैं ना, गाड़ी पार्क कर रहे थे. अच्छा, ഒരിക്കലും പ്രതീക്ഷയില്ല പാർക്കിംഗ് കിട്ടുമെന്ന്. ഒരു എന്തോ ഒരു ഭാഗ്യത്തിന് പാർക്ക് ചെയ്യാനായിട്ട് 2 സ്പേസ് കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഇറങ്ങാറ്. അങ്ങനെ നമ്മൾ നരിമാൻ പോയിന്റിലെത്തി. നമ്മുടെ നാട്ടിലെ നമ്മുടെ എറണാകുളത്തുള്ള മേനകയല്ലേ, അതുപോലെയാണ് നമ്മുടെ നരിമാൻ പോയിന്റ് എന്ന സ്ഥലം. ഭയങ്കര രസമാണ്. ഒരു ബീച്ച് സൈഡിലുള്ള നല്ല രസമുള്ളൊരു സ്ഥലം. അങ്ങനെ നമ്മുടെ മുംബൈയിലുള്ളവർ എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഈ പരിസരങ്ങളിലുള്ള ആളുകളും പിന്നെ ടൂറിസ്റ്റുകളും എല്ലാവരും ചേർന്ന് നേരെ ഈവനിങ് സമയത്തൊക്കെ, ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നട്ടുച്ച സമയത്താണ് നോക്കണ്ട, പക്ഷേ ഈവനിങ് സമയത്തൊക്കെ ഇങ്ങനെ വന്ന് നിരന്നിങ്ങനെ ഇരിക്കും. അതവരുടെ ഒരു ഹാബിറ്റ്സാണ്. നല്ല അതിമനോഹരമായ കടൽക്കാറ്റൊക്കെ കൊണ്ട് നല്ല രസമുള്ള, അതായത് വളരെ ഭംഗിയുള്ള ഒരു സായാഹ്നം വരെയും ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇവിടുത്തെ നട്ടുച്ചയ്ക്കും ഒരു സൗന്ദര്യമുണ്ട് കേട്ടോ. കാരണം ആളുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒത്തിരി പേരിങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഒരു ചെറിയ ട്രാഫിക്കും പിന്നെ ഈ കാലാവസ്ഥയും പിന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ബ്യൂട്ടിയും അപ്പുറത്തെ ബിൽഡിങ്ങുകളുടെ ഒരു ബ്യൂട്ടിയും അങ്ങനെ 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 നല്ല രസകരമായിട്ടുള്ള ഒരു വലിയൊരു നമുക്ക് വർണ്ണനാതീതമായ ഒരു പ്രദേശം. അതാണ് നരിമാൻ പോയിൻ്റ്. നരിമാൻ പോയിൻ്റ് എന്നുള്ളത് ഇന്ന് നമുക്ക് കാണുന്ന ഒരു നരിമാൻ പോയിൻ്റ് അല്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണാറില്ലേ, ഇത് മുംബൈ അണ്ടർവേൾഡിൻ്റെ സെൻറ്റർ എന്നൊക്കെ പറയുന്ന പോലെ മുംബൈ PTക്ക് അടുത്തുള്ള അണ്ടർവേൾഡിൻ്റെ അടുത്തുള്ള ഒരു രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ, അതൊക്കെ മിക്കവാറും ഈ നരിമാൻ പോയിൻ്റ് ഏരിയയിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒത്തിരി ഇപ്പോൾ ഈ സമയത്തായതുകൊണ്ടാണ് അധികം വേറെ കായിക എൻ്റർടൈൻമെൻറ്റുകളൊന്നും ഇല്ലാത്തത്. മുമ്പൊക്കെ ഇവിടെ സ്ഥിരം കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കരിക്ക് വിൽപ്പനക്കാരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ കാണില്ല. പക്ഷേ ഇത് മുൻപൊക്കെ ഇപ്പോൾ ഈ സായാഹ്നങ്ങളിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കടകളൊന്നും അലവിടെ അല്ലെങ്കിലും ചെറിയ ചെറിയ വിൽപ്പനക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആളുകളെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡിലായിരിക്കും. ഈ അറ്റം മുതൽ ആ അറ്റം വരെ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു പ്രത്യേക പ്രദേശം. അപ്പോൾ ഈ നരിമാൻ പോയിന്റിലൂടെ കുറച്ച് നേരം നടക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ചെറിയ ആഗ്രഹം എന്നല്ല, ചില്ലറ ആഗ്രഹമല്ല, നല്ല രസമുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ മറൈൻ ഡ്രൈവ് പോലെ തന്നെയാണ് സംഭവം. നമ്മുടെ നാട്ടിലെ നമ്മുടെ മറൈൻ ഡ്രൈവ് ഇല്ല, എറണാകുളത്തെ മറൈൻ ഡ്രൈവ് അതുപോലെ തന്നെയാണ് സംഭവം. പക്ഷെ ഇവരെന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ ഏരിയ ഉള്ളതുകൊണ്ട് അങ്ങേയറ്റം വരെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ ചെറിയ പ്രശ്നം വെച്ചാൽ മറൈൻ ഡ്രൈവിൽ നമുക്ക് മറ്റേ മറൈൻ ഡ്രൈവിൽ നമുക്ക് എന്താ വെച്ചാൽ ആളുകൾ ക്രോസ് ചെയ്യുമ്പോഴേ കൺഫ്യൂസ് ആവുന്നു ചിലപ്പോൾ അവർക്ക്. നമുക്കല്ല, അവിടെ ചില ഫ്ലാറ്റുകൾ കടലിൻ്റെ അടുത്താണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇപ്പൊ ഇവിടെ നോക്കി ഇവിടെ അല്ല, റോഡിന്റെ അപ്പുറത്താണല്ല, റോഡിന്റെ ഇപ്പുറത്തേക്ക് ഒന്നുമില്ല. നമുക്കിവിടെ റോഡിന്റെ ഇവിടെ GCD കിടക്കാണ്, പിന്നെ പാർക്ക് അങ്ങനെ കിടക്കാണ്. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ആ ഒരു ബ്യൂട്ടി നമുക്കവിടെ, അതുകൊണ്ട് നമുക്കവിടെ നഷ്ടം വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കോഴിക്കോട് ബീച്ചൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മുംബൈ സിറ്റിയെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന നരിമാൻ പോയിന്റ്. മെയിൻ കോർപ്പറേറ്റ് കമ്പനികളുടെ എല്ലാവരുടെയും ഓഫീസുകളും അതുമാതിരി ബെസ്റ്റായിട്ടുള്ള ഏരിയകളും ബാന്ദ്രയ്ക്കടുത്ത് വീട്ടിക്കടുത്ത് ഉള്ള സ്ഥലം, അങ്ങനെ ഒത്തിരി സിറ്റികളുടെ അടുത്ത് നിൽക്കുന്ന ഒത്തിരി, അതായത് മുംബൈയിലെ ഏറ്റവും വേണ്ടപ്പെട്ട വളരെ പീക്ക് ലെവലിലുള്ള സിറ്റികൾക്കെല്ലാത്തിനും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ശരിക്കും ഈ നരിമാൻ പോയിന്റ് എന്നുള്ളത്. ഇത് നമ്മൾ എങ്ങനെ വർണ്ണിക്കണം എന്നുള്ളതിന് ശരിക്കും നമുക്കൊരു ചില വാക്കുകൾ കൊണ്ടൊന്നും ചിലപ്പോൾ പെട്ടെന്ന് വർണ്ണിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഇരിക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരിക. കാരണം പണ്ടത്തെ കാലത്തൊക്കെ ഈ
ഗൾഫിലേക്ക് പോകാൻ വണ്ടി കയറുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന്. അവരൊക്കെ വന്നിരുന്ന് കണ്ടിരുന്ന സ്ഥലങ്ങൾ അന്ധേരി, ഈ നരിമാൻ പോയിൻ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ആളുകൾ വന്ന് നിന്ന് പോകാറും കാണാറൊക്കെ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു നമുക്ക് മലയാളികൾക്ക്. ഒരു പക്ഷേ ഈ നരിമാൻ പോയിൻ്റ് ഒരു നൊസ്റ്റാൾജിയും കൂടിയിട്ടാണ്. പിന്നെ പണ്ടത്തെ മുംബൈ അല്ല ഇന്നത്തെ മുംബൈ ഒത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറേയേറെ ചട്ടവട്ടങ്ങളും കുറേ മാറ്റങ്ങളും കുറേ സൗന്ദര്യങ്ങളും സിറ്റിയുടേതായ, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു ദുബായിലൊക്കെ ഒരു ഫീലാണ്. നമ്മുടെ കൊച്ചിയിലെ എന്ന് വെച്ചാൽ മറൈൻ ഡ്രൈവ് ഏരിയയൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് ഉപമിക്കാം. പക്ഷേ ഇത് ഒത്തിരി വലുതാണ് നരിമാൻ പോയിൻ്റ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ചും ചെറുതായിട്ടൊന്നും അളക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും വലിയ ഒരു സ്ഥലമാണ്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. നമ്മൾക്ക് എപ്പോഴും ഒരിക്കൽ വന്ന് കണ്ടാൽ കണ്ണിൽ നിന്നും മായാതെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ നരിമാൻ പോയിൻ്റ്. അപ്പോൾ ട്രാഫിക്കിൻ്റെ ഡ്യൂട്ടി ഉണ്ടോ നരിമാൻ പോയിന്റിലെ ഡ്യൂട്ടി ഉണ്ടോ? ഈ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽപ്പെട്ട കഷ്ടപ്പാട് എന്താണെന്ന് വല്ലതും അറിയോ? ഞങ്ങളങ്ങനെ ശരിക്കും പറഞ്ഞാൽ കാലത്ത് ടാർഗറ്റ് ചെയ്താണ്. ഈ മൈക്കിനൊരു പ്രശ്നമുണ്ട്. മൈക്ക് ഉള്ളിൽ കയറിപ്പോയി കഴിഞ്ഞ ദിവസം എൻ്റെ സൗണ്ട് മൂന്ന് കേൾക്കണേ. ഇനി അതൊക്കെ എടുത്ത് ഡബ് ചെയ്യണം. അത് അതിലും വലിയ ചടങ്ങാണ്. അപ്പോ പറക്കുന്ന ചില സമയത്ത് അങ്ങനെ പറക്കുമ്പോൾ കിട്ടണത് അതൊരു വല്ലാത്ത ബ്യൂട്ടിയാണ്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബ്യൂട്ടിയാണ്. അപ്പോൾ മുംബൈ സിറ്റിയിലെ ഈ ഏരിയകളിൽ ആസ്വദിക്കാത്തവർ, ഇതുവരെ കാണാത്തവർ വീഡിയോ കാണാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. കൊട്ടിയിലിരിക്കുന്ന ബ്യൂട്ടി വന്നെടുത്തതാണ്. നല്ല രസം തോന്നിയുണ്ട്. അതിന് പുറയുന്ന ഷോട്ട് വെച്ചപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ നമുക്ക് ഈ ഡെസ്റ്റിനേഷനിൽ വൈൻഡപ്പ് ചെയ്താലോ? അങ്ങനെ ഈ പടിക്കെട്ട് കയറി മുകളിൽ കയറി നിന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി രസം തോന്നും. എൻ്റെ കഴുത്തിൻ്റെ താഴെയാണ് കടല്. അപ്പോൾ നരിമാൻ പോയിന്റിൽ നിന്നും ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.